തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത് കൃത്യതയില്ല. കാരണം ഇപ്പോൾ തൃശ്ശൂർ മേയറായിട്ടുള്ള ആൾ പാർട്ടിയിൽ ഏതൊരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് അല്ല. ഈ അധ്യക്ഷ സ്ഥാനത്തെ ആളെ തിരഞ്ഞെടുക്കുന്നത് കൗൺസിലിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായം തേടിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഭൂരിപക്ഷം പേരും ഒരാളെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അയാളെ ആക്കുക. അതേസമയം ഒരു ടൈ മാതിരിയാണ്. ഇപ്പോൾ മൊത്തം കൗൺസിലർമാരിൽ പകുതി പേര് ഒരാൾക്കും പകുതി പേർ ഒരാൾക്കുമാണെങ്കിൽ അത് ടൈം വീതം വെച്ച് നൽകാം. ഈ രണ്ടിലധികം ടൈമുകൾ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച് KPC മുന്നോട്ട് വെച്ച രീതി. രണ്ടാമത്തെ കാര്യം, DCCകളാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അവരുടെ അഭിപ്രായം തേടി DCCകളാണ് ഇതിൽ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുമ്പോൾ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലെവറേജ് എന്ന് പറയുന്നത് പാർട്ടിയിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരെ ആയിരിക്കണം അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതെന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇപ്പോൾ 4 തവണ ജയിച്ചോ എന്നോ 5 തവണ മെമ്പറായിരുന്നോ എക്സ്പീരിയൻസോ ഒന്നും അല്ല കാര്യം. DCC കൊടുക്കേണ്ട പ്രയോറിറ്റി എന്തിനാണ്? പാർട്ടിയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്കാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, കൗൺസിലർമാരുടെ ഭൂരിപക്ഷം. DCC തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന പാർട്ടിയിലെ ഉന്നത സ്ഥാനം. ഇത് രണ്ടും നോക്കുമ്പോൾ തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത് കൃത്യതയില്ല. കാരണം ഇപ്പോൾ തൃശ്ശൂർ മേയറായിട്ടുള്ള ആൾ പാർട്ടിയിൽ ഏതൊരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് അല്ല. നമ്മൾ കേട്ടിട്ടില്ല. ചിലപ്പോൾ അവർ ജില്ലാതലത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ അവർ കൂടുതൽ അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് DCC അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇനിയിപ്പോൾ കൗൺസിലർമാർ കൂടുതൽ പേർ രഹസ്യ ബാലറ്റിലൂടെ ആയിരുന്നില്ല ഈ പറയുന്ന കോൺഗ്രസ് ഒരിടത്തും ഈ കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയിരുന്നു. പകരം DCC അവരുമായിട്ട് 1-to-1 കൺസൾട്ടേഷനിലൂടെയാണ് അത് ചോദിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ DCCയുടെ താല്പര്യം അതിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 1-to-1 കൺസൾട്ടേഷനിൽ നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിക്കുന്നു, അവർ അത് എഴുതി വയ്ക്കുമ്പോൾ DCCയുടെ താല്പര്യം അതിൽ വർക്കൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ബാലറ്റ് ആരും കാണുന്നില്ല, അതിൽ വോട്ടെടുപ്പ് നടക്കുന്നില്ല. DCCയാണ് അന്തിമ അതോറിറ്റി തീരുമാനിക്കേണ്ടത്. അപ്പോൾ DCCയുടെ താല്പര്യം അവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നതുകൊണ്ടാണോ ഇപ്പോൾ ലാലി ജെയിംസ് കലാപം വരുന്നത് നമുക്കറിയില്ല. പക്ഷേ ഈ KPCC മുന്നോട്ട് വെച്ച ആ ഒരു സർക്കുലർ അത് ഏറെക്കുറെ ജനാധിപത്യപരമാണ്. ഒന്ന്, കൗൺസിലർമാരുടെ അഭിപ്രായം തേടുക, പാർട്ടിയിലെ പൊസിഷൻ പരിഗണിക്കുക എന്നുള്ളതൊക്കെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കൗൺസിൽ ഭൂരിഭാഗം അംഗങ്ങളും പാർട്ടിയിൽ വലിയ പൊസിഷനിലില്ലാത്ത, പാർട്ടിയിൽ പാരമ്പര്യമില്ലാത്ത ഒരാളെയാണ് നിശ്ചയിക്കുന്നതെങ്കിൽ പാർട്ടിക്ക് അത് തലവേദനയായി മാറും. നാളെ അയാൾ പാർട്ടിയെയും കൊണ്ട് ചിലപ്പോൾ പോയേക്കാം, അല്ലെങ്കിൽ കൗൺസിലിനെ തന്നെ അട്ടിമറിച്ചേക്കാം. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഈ KPCC മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ ജനാധിപത്യപരവും കുറേ കൂടി സുതാര്യവും കോൺഗ്രസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമാണ്. പക്ഷേ തൃശ്ശൂർ അത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്